ഞാൻ കോളേജ് പഠിക്കുമ്പോഴും ലഹരിയുണ്ട്. എനിക്കും ഒരു കഞ്ചാവ് പിടി വലിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം വലിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. എനിക്ക് കുറച്ച് ടെസ്റ്റ് നോക്കിയിട്ടില്ല. ഞാൻ പോകും വലിക്കാറില്ല. ഞങ്ങളുടെ സമയത്തും ലഹരിയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ലഹരി ഇപ്പം വ്യാപകമായി, എന്തുകൊണ്ട് പ്രബലനായി, എന്തുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം. സ്വാഭാവികമായിട്ടും ഏതൊരു സാധനത്തിന് ഉപയോഗം കൂടുന്നത് അതിന് ഡിമാൻഡ് കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഡിമാൻഡ് കൂടി എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് പോലീസ് പിടിച്ചില്ല, എന്തുകൊണ്ട് സോഴ്സ് പിടിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നത്. തിരിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഡിമാൻഡ് കൂടി എന്നുള്ളത്? ഡിമാൻഡ് കൂടി എന്നുള്ളതിൻ്റെ ആൻസർ പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്, ഞാനല്ല. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഓരോരുത്തരും ആണ് എന്തുകൊണ്ട് ഡിമാൻഡ് കൂടി എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആൾക്കാർ. അതിനൊരു ആൻസർ നമ്മൾ കണ്ടുപിടിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇഷ്യൂവിൽ പരിധി വരെയെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡിമാൻഡാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ. ഏതൊരു വസ്തുവും ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ചെയ്യാൻ ആളുണ്ടാവും, പ്രോഫിറ്റ് ആക്കാൻ ആളുണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സപ്ലൈ റിഡക്ഷൻ. അതാണ് എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസിൽ നമ്മൾ ചെയ്യുന്നത്, സപ്ലൈ റിഡക്ഷൻ. സപ്ലൈ റിഡക്ഷനും പഴയതുപോലെയല്ല. പണ്ട് കേരളത്തിലെ എല്ലാ ബോർഡറും ചെക്ക് ചെയ്ത്, എല്ലാ പോലീസും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വീട്ടിൽ നിന്ന് നെറ്റിൽ കൂടെ കിട്ടും, വീട്ടിൽ കൊണ്ട് സപ്ലൈ ചെയ്ത് തരും. വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. ഇന്ന് പഴയതുപോലെ കേരളത്തിൽ 44 നദികൾ, കുറേയധികം ഡാംസും ഉണ്ട്. നമുക്ക് എത്ര ഡാം, 44 നദിയെ നമുക്ക് ഡാമിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊച്ചു കൊച്ചു റിവലൻസ് വരും. അത്രത്തോളം പ്രിവലൻ്റ് ആണ്, പ്രിവെന്റ് ചെയ്യാൻ നമുക്ക്. എന്നാലും നമ്മൾ ശ്രമിക്കാറുണ്ട്. എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. ഏറ്റവും കൂടുതൽ കേസ് പഠിക്കുന്ന കേരളമാണ്. ഏറ്റവും കൂടുതൽ കേസ് ശിക്ഷിക്കുന്നത് കേരളമാണ്. നമ്മൾ പഠിക്കുന്ന കേസിൽ ഏതാണ്ട് 98% ശിക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ആവറേജ് 78 ആണ്. ഏറ്റവും കൂടുതൽ കേസ് പിടിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഏറ്റവും കൂടുതൽ ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ എൻഫോഴ്സ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ പിടിക്കുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഡ്രഗിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിലാണ്, ഒരുപാട് ക്വാണ്ടിറ്റി കടത്തുന്നുണ്ട്. കേരളത്തിലെ ഒരു യുണീക്ക് ഇഷ്യൂ എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഡ്രഗ്സോ പ്രൊഡക്ഷൻ ഓഫ് ഡ്രഗ്സോ അല്ല. കേരളത്തിൽ ഏറ്റവും വലിയ ഇഷ്യൂ കൺസംപ്ഷൻ ഓഫ് ഡ്രഗ്സ് ആണ്. നമ്മുടെ കൺസ്യൂമറിസ്റ്റ് കൾച്ചറാണ്. ആ കൾച്ചറുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് കേരള സൊസൈറ്റിയിൽ കൺസംപ്ഷൻ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ നമ്മൾ പിടിക്കുന്നതെല്ലാം സപ്ലയേഴ്സിനെയല്ല, കൂടുതലും കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെയാണ്. ഇപ്പം നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ മക്കളെ ആയിരിക്കാം, നിങ്ങളുടെ റിലേറ്റീവ്സിനെ ആയിരിക്കും, അവരാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഈ കൺസംപ്ഷൻ ആണ് നമ്മുടെ ഇഷ്യൂ. കൺസംപ്ഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിലേക്കാണ് നമ്മളെല്ലാവരും ഒത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യം.